ആധ്യാത്മിക താല്പര്യമുള്ളവനെ പറ്റിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം കുണ്ടലിനിയും മറ്റും കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വീഴാൻ സെക്കൻഡ് മതി. അത് ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുണ്ടലിനി തരാം. പക്ഷെ ഇതിനൊക്കെ നല്ല പൈസ കൊടുക്കണം. ജീവിക്കാനുള്ള 1000 മാനേജ്മെന്റുകൾ കാശയിലാണ് ഓടുന്നത്. അതൊക്കെ വലിയ വലിയ ആളുകളാണ് പോയി വീഴുന്നത്. ശരിയല്ല. കുറച്ച് കഴിയുമ്പോൾ ആരും അറിയാതെ സൈക്കാട്രിസ്റ്റിനും കാശ് കൊടുക്കും. പുറത്ത് മിണ്ടാനും പറ്റൂല. കാരണം ഇത് ഉണരുന്നതിനനുസരിച്ച് സൈക്കാട്രിസ്റ്റ് കാശ് കൂടുതൽ വാങ്ങിക്കും. കുണ്ടലിനി ഞാനിത് ചുമ്മാ പറഞ്ഞല്ല. കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ സൈക്കാട്രിക് അസോസിയേഷനിൽ കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് മൊത്തമായി വരുന്ന രോഗികളുടെ പ്രശ്നങ്ങൾ വെച്ച് ഒരു പ്രസിദ്ധനായ ഡോക്ടർ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി ഡോക്ടർമാർ പറഞ്ഞു മതമിളകും, നമുക്ക് നിൽക്കാൻ പറ്റാതെ വരും, അതുകൊണ്ട് അവനവൻ്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചാൽ മതി, ഈ പ്രമേയം അവതരിപ്പിക്കേണ്ടാവും. കാരണം അവിടെയൊക്കെ പോകുന്നതുകൊണ്ടാണല്ലോ കൂടുതൽ ആളുകൾ നമുക്ക് കസ്റ്റമറായി കിട്ടുന്നത്. അതുകൊണ്ട് വെറുതെ വേണ്ടാതിനത്തിനൊന്നും നിൽക്കണ്ട എന്ന് ബാക്കിയുള്ളവർ പറയുകയും അതിനെ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അന്വേഷിക്കാം ശരിയാണോ. വളരെ കൂടുതലാണ്. ഇതിന് കാരണം മോഹമാണ്. മോഹത്തോടുകൂടി ചെല്ലേണ്ട സ്ഥലമല്ല മതാനുഭവങ്ങൾ. പക്ഷേ നിങ്ങൾ ബ്രഹ്മചാരിയായും സന്യാസിയായും വാനപ്രസ്ഥനായും ഗൃഹസ്ഥനായും ഒക്കെ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നത് മോഹം കാരണമാണ്. മനസ്സ് കളിക്കുന്നത് അവിടെയാണ്. എൻ്റെ ചിരകാല മോഹമായിരുന്നു ഒന്ന് സന്യസിക്കണം. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പം മോഹം ഏതാണ്ട് പൂവണിഞ്ഞിട്ടുണ്ട്. മോഹമില്ലാത്ത അവസ്ഥയിലേക്കുള്ള യാത്ര മോഹിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലാവൂ ഇങ്ങനെ പറഞ്ഞാൽ? ഈ ഗതികേടില്ല ലോകം. അതുകൊണ്ട് പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സത്ര എളുപ്പമുള്ളതാണ്. സാധാരണക്കാരനെ അത്രയും വേഗം പറ്റിക്കാൻ പറ്റില്ല. സാധാരണക്കാരൻ്റെ ഒരു വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ട, അല്ല സാറ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, സാറ് വരുമ്പോൾ കൊണ്ടുവന്നോളൂ, കൊണ്ടുപോയിക്കോളാൻ പറയും. നിങ്ങൾ ഈ പൈസയുള്ള വീടുകളിൽ നിന്ന് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ സാർ ഓഫീസിൽ നിന്ന് അവിടുന്ന് തന്നുവിട്ടതാണ് ഈ ഷെൽഫ് അകത്തോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. ബാക്കി ഷെൽഫുകളിരിക്കുന്ന മുറി വെക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ മേടിച്ചകത്തു പോകും. എന്നാൽ മൊബൈൽ ഫോൺ വേറെ 100,000 കാര്യത്തിന് വിളിക്കുന്നതാണ്. സകല അലവലാതിയെയും വിളിച്ച് കെഞ്ചുന്നതാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ആം ഐ റൈറ്റ്? ഒന്ന് വിളിച്ചു ചോദിക്കുക പോലുമില്ല. പറഞ്ഞു വിട്ടല്ലേ, വിശ്വസിച്ച് അകത്തോട്ട് കയറ്റി വിട്ടു. അതിനകത്ത് ഒരുത്തൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അകത്തുനിന്ന് തുറന്ന് പുറത്തിറങ്ങി നിങ്ങളുടെ ഷെൽഫിലുള്ള സാധനം എല്ലാം എടുത്ത് ആ ഷെൽഫിലോട്ട് വെച്ച് അകത്ത് പൂട്ടിയിരിക്കുമ്പോൾ രണ്ടാമത് ഒന്നുകൂടെ വരും ആ കൊണ്ട വെച്ചവൻ. സാറ് പറഞ്ഞില്ല അങ്ങോട്ട് കൊണ്ടിയെല്ലാം. അപ്പോഴും ഒന്ന് വിളിച്ചു ചോദിക്കുകയല്ല, നിങ്ങളിങ്ങനെ ഒരു സാധനം കൊടുത്തു വിട്ടോ, ഇപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞോ എന്ന്. ഉച്ചയ്ക്ക് ഊണിന് മുമ്പേ കൊണ്ടില്ലാന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇപ്പോൾ വേഗം തന്നെ വണ്ടിയിൽ അവൻ തന്നെ പിടിച്ച്, അവനും ബാക്കിയുള്ളവരും കൂടി പിടിച്ച് കയറ്റി. നിങ്ങൾ വേണേ ഒന്ന് സഹായിച്ചും കൊടുക്കും ഇത് പിടിച്ച് കയറ്റാൻ. സാധനവും കയറ്റി അങ്ങ് വിടും. അവിടെ ചെന്ന് കഴിഞ്ഞ് സാറ് ഉണ്ണാൻ വരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ പതുക്കെ ആവശ്യത്തിന് പണയൊരുപ്പടി
ഒക്കെ എടുക്കുന്ന ബാങ്കായിരിക്കും ഭർത്താവിൻ്റെ ജോലി. ഇയാൾ ബാക്കിയുള്ളവരുടെ പണയമൊക്കെ വെച്ചിരിക്കുന്ന, ആഭരണം വെച്ചിരിക്കുന്ന ഷെൽഫിലേക്ക്, സേഫിലേക്ക് ഈ ആഭരണമൊക്കെ കൂടെ കൊണ്ടുവെക്കാൻ, അന്നത്തെ സാധനമൊക്കെ കൊണ്ടുവെക്കാൻ തുറക്കുമ്പോൾ ഒന്നുമില്ല, എല്ലാം കാലി. ഇപ്പോൾ ഭാര്യയോട് വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ ഒരു സെൽഫിങ് കൊടുത്തു വിട്ടത്, അത് നിങ്ങളല്ലേ മേടിച്ചുകൊണ്ട് പോയത്. പോലീസിനെ അറിയിക്കുമ്പോൾ പറയും ഇത്തരം 1000 കളവാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇതൊക്കെ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണ്ടേ? ശ്രമിക്കാം. എവിടെ കിട്ടാൻ അവരഴിച്ചു വിട്ടവനായി വന്നേച്ചു പോയത്. നിങ്ങൾക്കൊരു വക്കീലിനെ കിട്ടാൻ പ്രയാസമാണ്. കേരളത്തിലെ 1ാം കിട വക്കീലിനെ അവന് കിട്ടും. Am I right? അതോ വക്കീലന്മാർ വരുന്നത് പൈസയൊന്നും എനിക്ക് വേണ്ട, നിനക്ക് വേണ്ടി വാദിക്കാൻ, കാരണം ഇതിൽ നിന്നൊരു പങ്കൊക്കെ കിട്ടിയാൽ മതി. ഇതാണ് ഇന്ന് നിങ്ങളുടെ പുരോഗതി. ഇത് മോഹമാണ്, ഇത് മുഴുവൻ തനി മോഹം. ആധുനിക വിദ്യാഭ്യാസം ഉള്ളവൻ മോഹിക്കുന്നിടത്തോളം പ്രാകൃതൻ മോഹിക്കുന്നില്ല. മാഞ്ചിയവും ആടും പട്ടിയും ഒക്കെ 1.5 ലക്ഷം കൊടുത്താൽ പാല് കറക്കാനല്ല, വീട്ടിലുണ്ടായിരുന്ന പശുവിനെ വിറ്റിട്ട് ഒരു തുള്ളി പാല് കിട്ടുമോ എന്തെങ്കിലും ഉപകാരത്തിനോ, എന്നാൽ പുറത്തുനിന്ന് ഒരുത്തം വന്നാൽ കുറയ്ക്കാനോ അല്ല, അകത്തോട്ട് കയറിപ്പോയി കുനിഞ്ഞിരിക്കാനുള്ളത് പട്ടിയെ 1.5 ലക്ഷത്തിന് മേടിച്ച് രാവിലെ ഭാര്യയും ഭർത്താവും കൂടി നടത്താൻ ഇറങ്ങുന്നത്. ഇതിനോട് മുറ്റത്തൂടെ നടത്തിയാൽ പോരാ, വഴിയിൽ കൂടെ നടത്തണം. ഒരു അഭിമാനമാണ് ഇതിനെയൊക്കെ പിടിച്ചോണ്ട്. കുഞ്ഞുങ്ങളെക്കാൾ നിഷ്ഠയാണ് അപ്പിയിട്ട കഴിയിക്കണം. ഇതൊക്കെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഈ പരിപാടിക്കൊക്കെ ഒന്നേച്ച് പോകുമ്പോൾ അടുക്കിയിരിക്കുന്ന ആൾ ഇതിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുമ്പോൾ ഇത് മുഴുവൻ കേട്ടിട്ട് അത്തരം ഒരെണ്ണത്തിനെ എനിക്കും വാങ്ങിക്കണം, നാളെ തന്നെ കൊണ്ടുവന്നിരിക്കണം എന്നുള്ള മോഹമാണ്. ഈ മോഹമായി കച്ചവടം മുഴുവൻ. ഇറ്റ്സ് ട്രൂ? നോന്നല്ലേ ഉത്തരം? എന്നാ ഉത്തരം? പോകുമോ ഈ മോഹം വല്ലു? പോകുമോ? പോണെന്ന കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പോകുമോ എന്നാണ് എൻ്റെ സംശയം. പോകണം. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗമാണ് തൃഷ്ണാഭംഗം, 17ാം സർഗം. ഇത് പഠിച്ചാൽ മതി, ബീജത്തിൽ നിന്ന് പോകും. ഇപ്പൊ ഇത് പോയിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നിടം വരെ. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിലുള്ളിലെ ബീജം അവിടെ കിടക്കും, അവസരവും കാത്തു. മറ്റവന്റെ ബീജം ഉണർന്നു വരുന്നത് കാണും. അതാണ് ഇതിന്റെ കളി. വളരെ രസമാണ് ഈ മനസ്സ്. നോക്കാം. സർവപാപൗഘജനനീ ദൈന്യകാർപ്പണ്യമൃത്യുദാ ഭ്രമയന്തി ജഗത്കൃഷ്ണം തൃഷ്ണൈഗാത്ര വിനിന്ദ്യതേ സർവപാപൗഘജനനീ ദൈന്യകാർപ്പണ്യമൃത്യുദാ ഭ്രമയന്തി ജഗത്കൃഷ്ണം തൃഷ്ണൈഗാത്ര വിനിന്ദ്യതേ. തൃഷ്ണ ഏക അത്ര വിനിന്ദ്യതേ. തൃഷ്ണ മാത്രമാകുന്നു, അതിനെ നിന്ദിക്കുന്നു. ഈ സർഗം തൃഷ്ണയെ നിന്ദിക്കുന്ന സർഗമാണ്. മനസ്സ് ദൗരാത്മ്യത്തിൽപ്പെട്ടുണ്ടാക്കുന്ന തൃഷ്ണ
മോഹം, ആഗ്രഹം. തൃഷ്ണ വൈതരണിയാണെന്നാ പറയാ, നരകത്തിലേക്കുള്ള വഴി. തൃഷ്ണ വൈതരണിയാണ്. ആശാനാമ നദി, ആശയാണ് നദി. ആ നദിയിലെ ഒഴുക്ക് തൃഷ്ണ വൈതരണീ ഏവ. ആശ തൃഷ്ണ രണ്ട് ഭാഗമാണ്. ആശ, പ്രതീക്ഷ, സംഗതം, തൃഷ്ണ, ഇതൊക്കെ തമ്മിൽ ഈഷത് ഭേദമുണ്ട്. ആ തൃഷ്ണ ഒന്നു മാത്രമാണ് ഇവിടെ നിന്ദിക്കപ്പെടുന്നത്. ആ തൃഷ്ണ ഭ്രമയന്തി കൃഷ്ണം ജഗത്, ജഗത്തിനെ മുഴുവൻ ഉണ്ടാക്കുന്നതും ജഗത്തിനെ മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്നതും തൃഷ്ണ മാത്രമാണ്. മുഴുവൻ ജഗത്തിനെയും ആവരണം ചെയ്തിരിക്കുന്നത്. സർവ പാപൗഘ ജനനി, സകല പാപങ്ങളെയും ഉണ്ടാക്കുന്നവൾ, സകല പാപങ്ങൾക്കും മാതാവാണ് തൃഷ്ണ. ഒരാഗ്രഹം മതി, എല്ലാ ബോധവും മറിയും, എല്ലാ നന്മയും തിരോഭവിക്കും, എല്ലാ അറിവും മൂടപ്പെടും. വിത്തത്തിലായാലും ഇണയിലായാലും പ്രശസ്തിക്ക് വേണ്ടിയായാലും ഏഷണാത്രയങ്ങളിൽ ഏതൊന്ന് തലയ്ക്ക് പിടിച്ചാലും അതിൽ തൃഷ്ണയുണ്ടായാൽ എല്ലാ മര്യാദകളും ഉല്ലംഘിക്കപ്പെടും. എല്ലാ സത്യങ്ങളും ചവറ്റുകൊട്ടയിലെറിയും, എല്ലാ ചാരിത്ര്യവും വലിച്ചെറിയും, പാരമ്പര്യങ്ങളെ മുഴുവൻ മാറ്റി നിർത്തും. ന്യായവാദങ്ങളൊക്കെ വേറെയാവും. എത്ര മഹാനായവനും മഹത്വം കൂടുമോ അതിനനുസരിച്ച് വാദമുഖങ്ങൾ കൂടും. കാരണം അറിവും കഴിവും മുഴുവൻ ഇതിനെ ന്യായീകരിക്കാൻ വിനിയോഗിക്കും. ന്യായീകരിക്കുന്നത് കേൾക്കാൻ ആളുകളും ഇരിക്കും. കാരണം അവർക്കും നാളെ ന്യായീകരിക്കാനുള്ള ഒരുപാട് മാനബിന്ദുക്കൾ ലഭിക്കും. തിന്മയെ നന്മയാക്കി വ്യാഖ്യാനിക്കാൻ പഠിക്കുന്നത് വലിയൊരു നേട്ടമാണ്. കാരണം നാളെ തിന്മ ചെയ്യുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കാൻ കീഴ്വഴക്കമുണ്ടായി കിട്ടും. കീഴ്വഴക്കങ്ങളില്ലെങ്കിൽ സ്വന്തം തിന്മകളെ ന്യായീകരിക്കാൻ പറ്റില്ല. അത് അബദ്ധം പറ്റിയെന്നും ബോധം പോയെന്നും തിരിച്ചറിയും, പശ്ചാത്തപിക്കും. ന്യായമുഖങ്ങൾ കൊണ്ട് ഒരിക്കലും പശ്ചാത്തപിക്കാതിരിക്കാനും പിന്നെയും കേമത്തന്നടിക്കാനും പിന്നെയും തെറ്റുകൾ ചെയ്യാനും പറ്റുന്നത് ബുദ്ധിയെ ന്യായീകരിക്കാൻ ഒരുങ്ങുമ്പോഴാണ്. ബുദ്ധിയെ ന്യായീകരിക്കാനാണ് ഈ സൂത്രവാക്യങ്ങളെല്ലാം പഠിക്കുന്നത്. ഒരു കീഴ്വഴക്കം ഉണ്ടായി കണ്ടാൽ മതി ലോകത്ത്, തുടരാൻ എളുപ്പമാണ്.
കാരണം അയാൾ ചെയ്തു, പിന്നെ എനിക്കും ആകാം. എന്നെക്കാൾ മഹാൻ ചെയ്തു, പിന്നെ എന്തിനു ശങ്കിക്കണം? കീഴ്വഴക്കമായി. കീഴ്വഴക്കങ്ങൾ കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രൊസീഡിങ്സ്. തെറ്റും ശരിയും കേവലമല്ല, ആപേക്ഷികം മാത്രമാണ്. തെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം റെസിഡ്യൂറി പവേഴ്സ് ഉണ്ട്. തെറ്റ് ചെയ്യാൻ മാത്രമുള്ള സംവരണങ്ങളുണ്ട്. പിടിച്ചു പറിക്കാൻ, ഉപദ്രവിക്കാൻ ഒക്കെ മതങ്ങളുടെ പേരിൽ, ജാതികളുടെ പേരിലൊക്കെ സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ബുദ്ധിയുടെ ന്യായീകരണം കൊണ്ട് സാധുവാക്കാം, തുടരാം. പക്ഷെ നശിച്ചു പോകുന്ന മനസ്സ് കാണാറില്ല. അതുകൊണ്ട് സകലതിൻ്റെയും ജനനി, പാപസഞ്ചയങ്ങളുടെ ജനനിയാണ് തൃഷ്ണ. ദൈന്യം, ദാരിദ്ര്യം ഇവയൊക്കെ ഉണ്ടാക്കുന്നവളാണ്. തൃഷ്ണ വന്നാൽ ഒരു നിമിഷം കൊണ്ട് സകല സുഖവും കളഞ്ഞ് ദാരിദ്ര്യത്തിലെത്തി. മണിച്ചേനും നോട്ടിരട്ടിപ്പും ഒക്കെ തൃഷ്ണ കൊണ്ട് പോയി വീഴുന്നതാ. ഒരുമാതിരി സുഖമായിട്ട് കഴിഞ്ഞിരുന്നതാ. കാരണം വലിയ മോളിൽ നിന്ന് താഴെ വീണവരെ കാണാം. ചെന്തിൻ്റെ കുറവായിരുന്നു, ഒരൊറ്റ തൃഷ്ണ താഴെ വീണു. കാർപ്പണ്യമുണ്ടാക്കുന്നവളാണ്. കൃപണസ്തു ക്രമൗപുംസി മന്ദകുൽസിതയോസ്തൃഷു. മന്ദത, കുൽസിതത, വ്യസനപ്രാപ്തത ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു മോഹം മതി. ഒരുപാടൊന്നും വേണ്ട, ഒരൊറ്റ മോഹം. ആ കലാപരിപാടിയുടെ കാലമായത്. പൂർണ്ണമായി മോഹിപ്പിക്കാൻ വീട്ടിലേക്ക് തന്നെ വന്നോളും റെപ്രസെൻറ്റേറ്റീവ്സ്. ശരിയല്ല. 10, 280 ഒക്കെ രൂപ കൊടുത്ത് ചാനലെടുത്ത് വെച്ച് മോഹിക്കാനാ വായും പൊളിച്ചു പോയിരിക്കുന്നത്. സോപ്പും ചീപ്പും കണ്ണാടിയും ചാന്തും വാസലൈനും ഒക്കെ ആയിട്ട് മോഹം ഇങ്ങനെ വർദ്ധിക്കാൻ. ടെലിഷോപ്പിംഗ്. ശരിയല്ല. അത് മോഹിപ്പിക്കാനായിട്ട് എന്തെല്ലാം ഉപകരണമാണ് വീട്ടിൽ കിടക്കുന്നത്. മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഉപയോഗിക്കാവുന്നതല്ല. ചിലതാണെങ്കിൽ പെട്ടിക്കകത്ത് വീട്ടിലെത്തുമ്പോഴേക്ക് തവിട. ശരിയല്ല. കാരണം ഇതൊക്കെ മേടിച്ചത് ഏതെങ്കിലും പെണ്ണോ ആണോ ഒരുമാതിരി ശരീര സൗഷ്ഠവം മുഴുവൻ കാണിച്ച് കുറേ എക്സർസൈസോ മണ്ണാങ്കട്ടയോ ആയിട്ട് കാണിക്കുന്നത് കണ്ടിട്ട് ഉടനെ ഓർഡർ കൊടുത്തതാണ്. ആശ്രമങ്ങളിൽ വരെ ഉണ്ട് ഇത്തരം സാധനങ്ങൾ കുറേ കൊണ്ടാൻ വേണ്ടിയാണ്. പിന്നെ സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയണോ? അപ്പം കോലെ കുത്തിവെച്ചാൽ കോലലി നിന്നുവെങ്കിൽ അപ്പത്തിൻ്റെ കാര്യം എന്തിനാ പറയുന്നത്? അത്ര ഭീകരമാണ് രംഗം. മോഹത്തിന് ഒരു തടസ്സവും ഇല്ലാതെ മോഹം ഈ ഇടനാഴികളിലൊക്കെ എങ്ങനെ സഞ്ചരിക്കുകയാണ്. സകല പാപങ്ങളും വരുത്തുന്ന തൃഷ്ണ. ഇത്രയും വിദ്യാഭ്യാസം കൊണ്ട്, ഇത്രയും യൂണിവേഴ്സിറ്റികൾ കയറിയിറങ്ങിയിട്ട്, ഇത്രയും സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടായിരുന്നിട്ട് ഏതെങ്കിലും ഒരു തൃഷ്ണയെ ശമിപ്പിക്കാൻ ഇന്ന് വരെ ഇത് പ്രയോജനപ്പെട്ടോ? ഈ സാധനം ചുവന്നുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഇത് വേറൊരുത്തന് തൃഷ്ണയുണ്ടാക്കാനല്ലാതെ എന്തിനു കൊള്ളും? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ തൃഷ്ണ കാരണമാണ് ഇത് ബോർഡായിട്ട് എഴുതി വെക്കുന്നത്, കളർഫുള്ളായിട്ട്. ശരിയല്ല.
തൃഷ്ണയുള്ളവനാ വന്ന് ഈയാമ്പാറ്റ പോലെ വീഴുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടും അറിയേണ്ടത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് അറിയുന്നില്ല. മോഹമാർഗം. ഒരുപാട് മാർഗങ്ങളുണ്ട് ആധ്യാത്മികതയിലും ഭൗതികതയിലും. അതിനെ ഒന്നിച്ചു വിളിക്കാവുന്ന ഒറ്റ മാർഗമാണ് മോഹമാർഗം, തൃഷ്ണാമാർഗം. ഏതെല്ലാം തരത്തിലാണ് തൃഷ്ണ ചുറ്റിപ്പിടിക്കുന്നത്, എന്തെല്ലാം പരിപാടിയിലൂടെയാണ്. ഏതിനെല്ലാമാണ് പ്രൊമോട്ടർമാരുള്ളത്. തൃഷ്ണയുടെ ചുറ്റിക്കളിയാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഈ അധ്യായം സകലവിധ പാപങ്ങളെയും ജനിപ്പിക്കുന്ന സർവപാപൗഘ ജനനീം ദൈന്യ കാർപ്പണ്യ മൃത്യുത. ദൈന്യം, കൃപണത ഇവയെ മുഴുവൻ ഉളവാക്കുന്നതും പ്രദാനം ചെയ്യുന്നതും. കാർപ്പണ്യദോഷം, മന്ദത, കുൽസിതത, വ്യസനപ്രാപ്തത ഇവയൊക്കെ ഉണ്ടാക്കുന്നത് ഒരർത്ഥത്തിൽ. മറ്റൊരർത്ഥത്തിൽ ആത്മവിദ്യയെ ഇല്ലാതാക്കുന്നത്. ഉപനിഷദർത്ഥം അതാണ്. അവൻ കൃപണനാണ്, അനുകമ്പ്യനാണ് എന്ന് യാജ്ഞവൽക്യൻ ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഗാർഗിയോട് പറയും. അക്ഷരം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇത് താഴെയല്ല, മുകളിലല്ല, ചെറുതല്ല, വലുതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും, ഏതൊരുവനാണോ ഈ ജന്മം കൊണ്ട് ആ സത്യത്തെ അറിയാതിരിക്കുന്നത് അവൻ കൃപണനാണ്, അനുകമ്പ്യനാണ്. ഗാർഗി. വാൽമീകി രാമായണം കൗസല്യയുടെ വേദന കാണുമ്പോൾ കൃപണോനസ രാഘവ എന്ന് ആ രംഗത്താണെന്ന് തോന്നുന്നു സൂചിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ദേവകിയെപ്പറ്റി ഭാഗവതം പറയുമ്പോൾ കൃപണാബാല എന്ന് പ്രയോഗമുണ്ട്. കൃപണത, വ്യസനപ്രാപ്തത. തൃഷ്ണയുടെ പടിയാണ് വ്യസനപ്രാപ്തത. തൃഷ്ണ വന്നെങ്കിൽ തീരുമാനിച്ചോണം, എന്തിലായിരുന്നാലും ദുഃഖിക്കണം. കാരണം തൃഷ്ണയ്ക്ക് സമാനമായി പ്രാപ്തിയുണ്ടാവില്ല. ഒരു വസ്തുവും തൃഷ്ണയുടെ ഭാവനാതലത്തിൽ എങ്ങനെയോ അതുപോലെ സക്രിയമാവില്ല. കാരണം തൃഷ്ണയ്ക്കുശിരു പകരാൻ മനസ്സുണ്ട്, പ്രാണങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്. അവയുടെ എല്ലാം സൂക്ഷ്മതലത്തിലാണ് തൃഷ്ണ. ഇന്ദ്രിയ ശക്തികളും പ്രാണങ്ങളും മനസ്സിൻ്റെ വിഭൂതികളും ചേർന്നൊരുക്കുന്ന തൃഷ്ണ സക്രിയമായ അനുഭവത്തിങ്കലേക്ക് വരുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മവിഭൂതികൾ മാറുകയും ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയത്തിന് വഴിമാറുകയും സക്രിയമാവുകയും ചെയ്യുമ്പോൾ സ്ഥൂലമാവും. അതൊരിക്കലും സ്വപ്ന തൃഷ്ണകൾക്ക് സമാനമാവില്ല. ദുഃഖം അതിൻ്റെ സ്ഥായീഭാവമാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ തൃഷ്ണ ഒളിക്കും, പോകുകയൊന്നുമില്ല. എപ്പോൾ ഈ ബോധം ഇവന് മറയും അപ്പം കയറി വരാൻ മനസ്സിനെ തയ്യാറാക്കി നിർത്തും.
ഈ ബോധം മറയില്ല എന്ന് വന്നാൽ മനസ്സിൻ്റെ ബീജങ്ങൾ നശിക്കും. ബീജങ്ങൾ നശിച്ചാൽ തൃഷ്ണ ഇല്ലാതാവും. തൃഷ്ണ ഇല്ലാതായാൽ ഈ പ്രപഞ്ചം അമ്മാനമാടി കളിക്കാം. ഭ്രാന്താണെന്ന് തോന്നുന്നില്ലേ? തൃഷ്ണയുള്ളവന് ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. അതെല്ലാം നിങ്ങളെ അനുഭവിക്കും. നിങ്ങൾ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല, മദ്യം നിങ്ങളെ അനുഭവിച്ചിരിക്കുക. അതുകൊണ്ടാണ് മദ്യം ശീലിക്കുമ്പോൾ മദ്യം വിചാരിക്കുന്ന പോലൊക്കെ നിങ്ങൾ കളിക്കുന്നത്. കാക്ക, കൊക്ക്, ചെറുകിളി, ഹനുമാൻ എന്ന പ്രമാണത്തിൽ മദ്യം നിങ്ങൾ ആസ്വദിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, ആസ്വദിക്കാനാവില്ല. പക്ഷെ മദ്യം നിങ്ങളെ ഇട്ട് ആസ്വദിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രുചികരമായ ഒരാഹാരവും നിങ്ങൾക്ക് ആസ്വദിക്കാനാവില്ല. നിങ്ങളെ അവൻ ആസ്വദിക്കും. നല്ല പോലെ ആസ്വദിച്ചെങ്കിൽ ലിവർ സിറോസിസും ബഹളമൊക്കെ വരും. ഇന്ദ്രിയങ്ങളുടെ ശക്തി പോവും. ഏതിൽ തൃഷ്ണ വന്നാലും നിങ്ങൾ രോഗിയാവും. തൃഷ്ണ കൊണ്ട് മാത്രമാണ് ഈ രോഗങ്ങളെല്ലാം. അവിടെ തൃഷ്ണയെ അത്ര വേഗമൊന്നും നേരിടാനാവില്ല. ഈ ജഗത്തിനെ മുഴുവൻ ആവരണം ചെയ്തു നിൽക്കുന്നത് തൃഷ്ണയാണ്. മന്ത്രിയാകുന്നതും MLA ആകുന്നതും ഞാൻ നേരത്തെ പറഞ്ഞു സന്യാസിയാകുന്നതും എല്ലാം തൃഷ്ണയിലാണ്. ഒട്ടേറെ പ്ലാനും പദ്ധതികളുമായി ഇതൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഒന്നും നേരാമണ്ണം അനുഭവിക്കാൻ പറ്റില്ല. തൃഷ്ണയിൽ ഉണ്ടാക്കിയതൊന്നും പുറത്തെടുക്കാൻ പോലും പറ്റില്ല. തൃഷ്ണാസങ്കുലമാണ് ഈ പ്രപഞ്ചം. അട്ടെ ഇഗ്നൗവിലും അവിടെ ഇവിടെയൊക്കെ കറസ്പോണ്ടൻസിലും പഠിച്ചു. ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ കൽപ്പിത സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി എടുത്തു. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പോയി ഒരുപാട് പ്രോജക്റ്റ് അവതരിപ്പിച്ചു. ഇതുവരെ ഏതെങ്കിലും പ്രോജക്റ്റിൽ സ്വന്തം തൃഷ്ണ അവതരിപ്പിച്ചോ? എത്ര PhD ഉണ്ട്, എത്ര ഉന്നത ഉദ്യോഗം ഭരിച്ചു, ചുറ്റുപാട് എന്തെല്ലാമാണുള്ളത്, ബംഗ്ലാവുകൾ, കാറുകൾ, ഇത്ര വലിപ്പം മേനി നടിച്ചാ നടക്കുന്നത്. തൃഷ്ണയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞോ? മെല്ലെ ആലോചിക്കും, സമാധാനമായിട്ട് ആലോചിക്കും. രാവിലെ വരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? കാരണം തെരുതര നമ്മൾ കേൾക്കുന്നത് തൃഷ്ണ ഉണ്ടാക്കൂ, സ്വപ്നം ഉണ്ടാക്കൂ അല്ലേ? പിള്ളേര് സ്വപ്നം കാണൂ, കൂടുതൽ വളരും. കാണിച്ച് കാണിച്ച് ഈ പരുവായി. അരക്കിറുക്കനും മുക്കാക്കിറുക്കനും മുഴുക്കിറുക്കനും. ഈ തൃഷ്ണയുടെ പുറകെ പോയി എന്തെങ്കിലും ശരിയാവുമോ? പണ്ടൊരു കുട്ടി മേടിച്ചുകൊണ്ട് വന്ന ചെരുപ്പ് ആദ്യ ഒരാഴ്ചത്തേക്ക് നല്ലപോലെ കഴുകും. മേടിച്ചുകൊണ്ട് വന്ന സൈക്കിള് നന്നായി കഴുകും ആദ്യ ഒരാഴ്ചത്തേക്ക്. വണ്ടി ശരിക്കും കഴുകും. റൈറ്റ്? അപ്പോൾ ഇവനിരുന്ന് ഇങ്ങനെ ചെരുപ്പിങ്ങനെ ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അപ്പൂപ്പൻ പറഞ്ഞു,
ഇത്രയും പ്രാവശ്യം നിന്റെ മനസ്സ് കഴുകിയിരുന്നെങ്കിൽ ഈ ചെരുപ്പ് വേണ്ടി വരികയില്ലായിരുന്നു. അത്തരം ഒരു അപ്പൂപ്പനുണ്ടായാൽ മതി രക്ഷയുള്ളൂ. അതിന് പകരം എല്ലാ അപ്പൂപ്പനും എൻ്റെ മക്കളെ നല്ല സ്വപ്നങ്ങൾ ഇഷ്ടം പോലെ തൃഷ്ണ ഉണ്ടാക്കി ആഗ്രഹിക്കുക. ആഗ്രഹം കുറയുന്നതിന് ഗുരുവായൂരപ്പന് മഞ്ചാടി വാരി കൊടുക്കുക. കാരണം ഇവന് ആഗ്രഹം കുറവായിപ്പോയി. നല്ലപോലെ ആഗ്രഹിക്കണം. നിങ്ങൾ പഠിച്ചതിനും നിങ്ങൾ കേട്ടതിനും ഒക്കെ എതിരാണ് ഞാൻ പറയുന്നത്. ശരിയല്ലേ? തുടക്കം മുതൽ ഇന്ന് വരെ ഒരു കാര്യമെങ്കിലും നിങ്ങൾ പോയ വഴിയെ ഇതുവരെ കേട്ടില്ല. നാളെയെങ്കിലും കേൾക്കാൻ കഴിയുമെന്ന് വെച്ചാൽ പിന്നെയും വരുന്നത്. എപ്പോഴെങ്കിലും സ്വാമി ഒന്ന് മാറി കിട്ടുമായിരിക്കും, ഒന്ന് മാറി നമ്മുടെ കൂട്ടത്തിൽ വരും, ഇതൊക്കെ പറയും എന്നൊക്കെ വിചാരിച്ചാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വരവ് നഷ്ടമാണ്. ഇത് തൃഷ്ണയുടെ ഭംഗമാണ് ഇതിലെ വിഷയം. രാമൻ അതാണ് അടുത്തത് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഇന്ന് അവസാനിപ്പിക്കാം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഹരി ഓം.